ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ പല സ്ഥലങ്ങളിലായി ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിത്തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയം പ്രാർത്ഥനയോടെ, ധ്യാനത്തോടെ, കർത്താവ് ഏത് ആത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടുവോ അതേ ആത്മാവിൽ തന്നെ ഇത് പഠിക്കുവാനും ധ്യാനിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. സമാഗമന കൂടാരം എന്ന വിഷയമാണ് നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. സമാഗമന കൂടാരം എന്ന ആ ദൈവാലയത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി നാം തിരിച്ച് പഠിക്കുകയാണ്. കഴിഞ്ഞ 6 ക്ലാസ്സുകളിൽ അതിൻ്റെ ചുറ്റും നാം ഒന്ന് നടന്നു നോക്കുകയായിരുന്നു. പുറമേ കൂടെ ചുറ്റുമൊന്ന് നാം നടന്നു നോക്കി. തൂണുകളുടെ ഒരു വശം കണ്ടു, അതിൻ്റെ ചുറ്റും പാർക്കുന്നതായ കൂടാരങ്ങൾ, ഗോത്രങ്ങൾ, അങ്ങനെയുള്ളതായ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നാം അതിൻ്റെ പ്രാകാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം നാം ഒന്ന് ചിന്തിക്കാൻ ആരംഭിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ പ്രാകാരവും ഉണ്ടാക്കി. തെക്ക് വശത്തെ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുള്ള 100 മുഴം മറശ്ശീല ഉണ്ടായിരുന്നു. അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമര ചൂടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊടുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. വടക്കു വശത്ത് 100 മുഴം മറശ്ശീലയും അതിന് 20 തൂണും തൂണുകൾക്ക് 20 താമര ചൂടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊടുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മറശ്ശീലയും അതിന് 10 തൂണും തൂണുകൾക്ക് 10 ചുവടും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. കിഴക്ക് വശത്ത് മറശ്ശീല 50 മുഴമായിരുന്നു. വാതിലിന്റെ ഒരു വശത്ത് മറശ്ശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും ഉണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രാകാരവാതിലിന്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴം മറശ്ശീലയും അതിന് 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. ചുറ്റും പ്രാകാരത്തിന്റെ മറശ്ശീല ഒക്കെയും പിരിച്ച പഞ്ഞി നൂൽ കൊണ്ടായിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമര കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടിയും വെള്ളി കൊണ്ടും കുമിഴുകൾ വെള്ളി പൊതിഞ്ഞവയും പ്രാകാരത്തിന്റെ തൂണുകളൊക്കെയും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടിയുള്ളവയുമായിരുന്നു. എന്നാൽ പ്രാകാരവാതിലിന്റെ മറശ്ശീല നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായിരുന്നു. അതിന്റെ നീളം 20 മുഴവും അതിന്റെ ഉയരമായ വീതി പ്രാകാരത്തിന്റെ മറശ്ശീലയ്ക്ക് സമമായി 5 മുഴവുമായിരുന്നു. അതിന്റെ തൂണ് 4ഉം അവയുടെ ചുവട് 4ഉം താമരമായിരുന്നു. കൊളുത്തും കുമിഴുകൾ പൊതിഞ്ഞിരുന്ന തകിടും മേൽ ചുറ്റുപടിയും വെള്ളിയായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റികളൊക്കെയും താമരമായിരുന്നു. പുറപ്പാട് പുസ്തകം തന്നെ 27-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിലും പ്രാകാരത്തെക്കുറിച്ച്, അത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെ, അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, എന്ത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 27-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാൻ ഈ വാക്യങ്ങൾ
വായിച്ച് സമയമെടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ആ വാക്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയാണ്. നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്, ഈ ബൈബിളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത്, ഇതൊക്കെ വായിച്ചിട്ട് എന്ത് പ്രയോജനം, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നാ കാര്യം, നമുക്കിപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നാ കാര്യം, ഇതൊക്കെ പഠിച്ചിട്ട് എന്നാ കാര്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് എന്താ കാര്യമൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. നാം അതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കത് ശ്രദ്ധയോടുകൂടെ, അല്പം ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അല്പസമയം എടുത്താലാണല്ലോ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബൈബിൾ വിടർത്തി ബൈബിൾ ശ്രദ്ധിച്ചിരിക്കുകയും 27-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ വായിച്ചു കേൾക്കുകയും ചെയ്യാം. തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കേണം. തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിന്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിന്റെ വീതിക്ക് 50 മുഴം നീളത്തിൽ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിന്റെ വീതി 50 മുഴം ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്കും 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിന്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. പ്രാകാരത്തിന് 100 മുഴം നീളവും എല്ലായിടവും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിന്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിന്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. പ്രാകാരത്തെ കുറിച്ച് തിരുവചനം പറഞ്ഞിരിക്കുകയാണ്. നമുക്കതിൻ്റെ പിക്ചർ ഒന്ന് ഷെയർ ചെയ്ത് കാണാം. ഈ വായിച്ച വേദഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം കെട്ടിയുണ്ടാക്കിയതിൻ്റെ ഒരു പിക്ചർ ഏതാണ്ട് മനസ്സിലാകത്തക്കവണ്ണം ഉള്ളതായ ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്രാകാരത്തിന് 60 തൂണുകളുണ്ട്. അതിൻ്റെ നീളമുള്ളതായ വശത്ത് 20 തൂണുകൾ വീതവും, അപ്പോൾ 2 വശത്തും കൂടെ 20 40 തൂണുകൾ. അതിൻ്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും 10 തൂണുകൾ വീതം. അങ്ങനെ 60 തൂണുകളാണുള്ളത്. ആ തൂണുകൾ താമ്ര ചുവടുകളിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിന് കൊളുത്തുകളുണ്ട്. പ്രാകാരവാതിലിന് 4 തൂണുകളുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ ചിന്തിച്ചതായ കാര്യങ്ങളാണ്. അതിൻ്റെ തൂണുകളെക്കുറിച്ചും കൊളുത്തുകളെക്കുറിച്ചും വലിച്ചു കെട്ടിയിരിക്കുന്നതായ കയറുകളെക്കുറിച്ചുമെല്ലാം നാം മുൻ ക്ലാസ്സുകളിൽ ചിന്തിച്ചതായ കാര്യമായതുകൊണ്ട് ഞാൻ ആ വിഷയം ഇപ്പോൾ വിവരിക്കുന്നില്ല. എന്നാൽ ഈ തൂണുകളിൽ ചുറ്റും വലിച്ചു കെട്ടിയിരിക്കുന്നതായ പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ളതായ മറശ്ശീലയുണ്ട്. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, തൂണുകളെക്കുറിച്ച് ചിന്തിച്ചുള്ളൂ. ഈ തൂണുകളിൽ ചുറ്റും വലിച്ചു കെട്ടിയിരിക്കുന്നതായ മറശ്ശീലയുണ്ട്. പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ള മറശ്ശീല അത് ഉണ്ടാക്കിയത് പിരിച്ച വെള്ള നിറത്തിലുള്ളതായ പഞ്ഞിനൂൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്.
പിരിച്ച വെള്ള നിറത്തിലുള്ള പഞ്ഞിനൂല് കൊണ്ട് ഉണ്ടാക്കിയതായ പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ളതായ മറശ്ശീല. ആ മറശ്ശീലയുടെ ചില പ്രത്യേകതകൾ നാം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ആ മറശ്ശീലയുടെ നിറം വെള്ള നിറമാണ് എന്നുള്ളതാണ്. വെള്ള നിറമാണ് മറശ്ശീലയ്ക്കുള്ളത്. നമുക്കറിയാം, ഈ വെള്ള നിറം എന്ന് പറയുന്നത് അത് പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന നിറമല്ല, റിഫ്ലക്റ്റ് ചെയ്യും. പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായ ഒരു നിറമാണ് വെള്ള നിറം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വെള്ള നിറം നാം എത്ര ദൂരത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഈ വെള്ള നിറം കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ പാളയം അവര് കൂടാരമടിച്ച് പാർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതാണ്ട് ഏറ്റവും പുറകിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതാണ്ട് 10 മൈൽ ദൂരത്ത് നിന്നാണ് ഇത് കാണുന്നത്. ഇത്ര വിസ്തൃതമാണെന്ന് ഓർക്കണം. ഏതാണ്ട് 10 മൈൽ ദൂരെ നിന്നുകൊണ്ടാണ് ഏറ്റവും പുറകിൽ പാർക്കുന്നതായ ഒരു വിശ്വാസി കൂടാരത്തിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഈ തിരുനിവാസം സ്ഥിതി ചെയ്യുന്നത്. 10 മൈൽ ദൂരെ നിൽക്കുന്ന ഒരുവൻ, അവൻ 10 മൈൽ ദൂരത്ത് നിന്ന് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ അവൻ ആലയം കാണാം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം, ഒരു വ്യക്തി എനിക്ക് പാപമുണ്ട്, എവിടെയാണ് എൻ്റെ പാപത്തിനൊരു പരിഹാരമുള്ളത്? സമാഗമന കൂടാരത്തിൽ അതിൻ്റെ പ്രാകാരത്തിലുള്ളതായ യാഗപീഠത്തിൽ വന്ന് യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചാണ് പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ടിരുന്നത്. പാപത്തിന് പരിഹാരം അവിടെ ഉള്ളൂ. അപ്പോൾ പാപബോധമുള്ളതായ ഒരു വ്യക്തി, എനിക്ക് പാപമുണ്ട്, ഞാൻ എവിടെ യാഗം അർപ്പിക്കണം എന്ന് ഭാരപ്പെട്ടുകൊണ്ട് തപ്പി നടന്നു നോക്കേണ്ടതായ ആവശ്യമില്ല. എവിടെ നിന്ന് നോക്കിയാലും കാണപ്പെടത്തക്കവണ്ണം, ഒറ്റ നോട്ടത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്കവണ്ണം വെള്ള നിറം അതിന് നൽകിയിരിക്കുകയാണ്. ആലയത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും വലിച്ചിടിക്കുന്ന ഈ മറശ്ശീലയാണ് കാണുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ എവിടെയാണ് ആലയം? എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ എവിടെ പോകണം എന്ന ഒരു വ്യക്തി തപ്പി നടന്ന് അന്വേഷിക്കേണ്ടതായ ആവശ്യമില്ല. ഇസ്രായേൽ പാളയത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണത്തക്ക വിധത്തിൽ വിടുതലിനുള്ളത്, യാഗത്തിനുള്ളത്, പാപത്തിന്റെ പരിഹാരത്തിനുള്ള സ്ഥലം ദൈവം ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. റോമർക്കെതിരെ നാം കാണുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആർക്കും കാണാൻ തക്കവണ്ണം. അത് മറച്ചു വെക്കാനുള്ളതല്ല. ക്രൂസിൽ രക്ഷയെന്നുള്ളത് അത് മൂടി വയ്ക്കാനുള്ളതല്ല, മറച്ചു വെക്കാനുള്ളതല്ല. ഏത് വ്യക്തിയെ നോക്കിയാൽ കാണത്തക്കവണ്ണം പ്രദർശിപ്പിക്കപ്പെടേണ്ടതാണ്. അവനെ പരസ്യമായി നിർത്തുവാൻ ദൈവത്തിന് മനസ്സായി. പരസ്യമായി അവന് നൽകി തന്നു. കാൽവറിയുടെ കൊലക്കളത്തിൽ പരസ്യമായി പാപിയെ രക്ഷിക്കുന്ന കുരിശുയർന്നു. ആർക്കും എടുത്തു വരാൻ തക്കവണ്ണം, ഏതൊരുവനും നോക്കിക്കാണാൻ തക്കവണ്ണം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നതിനെ കാണിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ വെള്ള ധരിക്കുന്നവൻ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം, വളരെ ശ്രദ്ധയുള്ളവനായിരിക്കണം, വളരെ സൂക്ഷിച്ച് നടക്കണം. അഴുക്കായാൽ പെട്ടെന്ന് വേഗത്തിൽ അറിയുന്ന ഒരു നിറമാണ് വെള്ള.
ഇല്ല, നമുക്കറിയാം, എന്തെങ്കിലും ഒരു ചെറിയ അഴുക്ക് പറ്റിയാൽ പെട്ടെന്നറിയാം വെള്ളയിൽ. അതുകൊണ്ട് ദൈവമക്കൾ സൂക്ഷിക്കണം. ദൈവമക്കളൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയൊരു കാര്യം വന്നാൽ മതി, അതെല്ലാവരും കാണും, അത് എല്ലാവരുടെ അടുക്കൽ ഉയർത്തി ഘോഷിക്കപ്പെടും. ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഈ മരുഭൂമി ജീവിതം എന്ന് പറയുന്നത്, ഈ മരുവാസം, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടും കരുതലോടും കൂടെ മുന്നോട്ട് പോകേണ്ട ജീവിതമാണ്. നാം ചിന്തിച്ചു നോക്കും, ചിലപ്പോൾ ദൈവം എന്നെ ഇങ്ങനെ ഈ വെള്ള നിറം കൊടുത്ത്, പൊടിക്കാറ്റ്, മരുഭൂമിയല്ലേ, മുഴുവൻ പൊടിയാ, പൊടിമണ്ണുള്ള ആ പൊടിയിൽ, ആ മരുഭൂമിയിൽ, ആ പൊടിക്കാറ്റിൽ പൊടിയൊക്കെ പറ്റിയാൽ വേഗത്തെ അറിയുന്നതായ ഈ പൊടിക്കാറ്റുള്ള മരുഭൂമിയിൽ എന്തിനാണ് വെള്ള നിറം നൽകിയത് എന്ന് നാം ചിന്തിച്ചു പോകും. നമ്മുടെ ദൈവത്തിന് എല്ലാറ്റിനും ഓരോ പദ്ധതിയുണ്ട്. പ്രാകാരം അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ ആലയം. ഇന്ന് ദൈവത്തിൻ്റെ തിരുനിവാസമാണ് നാം ഓരോരുത്തരും. നാം അവൻ്റെ തിരുനിവാസമാകേണ്ടതിന് ചേർത്ത് പണിയപ്പെടുന്നു. നാമും അവൻ്റെ തിരുനിവാസമാകേണ്ടത് ചേർത്ത് പണിയപ്പെടുന്നു. ദൈവത്തിൻ്റെ തിരുനിവാസമാണ് നാം. പഴയ നിയമത്തിൽ കാണുന്നതായ ഈ ആലയം, ഇതെല്ലാം പുതിയ നിയമത്തിൻ്റെ ചില ആത്മീക സത്യങ്ങളുടെ നിഴലാണ്, സാക്ഷാൽ ആയതിൻ്റെ നിഴലാണ്. ഞാനും നിങ്ങളും വളരെ കരുതലോടും സൂക്ഷ്മതയോടും കൂടെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. ചെളിയായാലൊന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ അഴുക്കിൽ ആണ്ടുകൊണ്ടുപോകാനല്ല. ഒരല്പം ചെളി തെറിച്ചാൽ പെട്ടെന്ന് തിരിച്ചറിയണം, പാപബോധം ഇല്ലേ ദൈവമക്കൾക്ക്? നമ്മൾ മാനസാന്തരപ്പെടുന്നതിനും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു കാര്യം വന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ലേ? ദൈവമക്കൾക്ക് സാക്ഷ്യപ്പെടുന്നതും കേട്ടിട്ടില്ലേ? ഒരു ചെറിയൊരു കാര്യത്തിന് തന്നെ അത് ശരിക്കും നുണയായിക്കൊള്ളണമെന്നില്ല, പക്ഷേ പറ്റിപ്പോയാൽ ഭയങ്കരമായ പാപബോധം, കുറ്റബോധം. ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹീതരായ ദൈവദാസൻ KV ചെറിയാൻ സാറ്, തിരുവല്ല നവജീവോദയം സെൻറ്ററിൻ്റെ സ്ഥാപകൻ KV ചെറിയാൻ സാർ, അനുഗ്രഹീതനായ ദൈവദാസൻ. നിങ്ങൾക്ക് അവിടെ പോയിട്ടുള്ളവർക്കറിയാം, തിരുവല്ലയിൽ നവജീവോദയം സെൻറ്റർ, ഞാൻ അവിടെയാണ്, ഞങ്ങൾ 2 വർഷം ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ നിന്നും മഞ്ഞാടിക്ക് പോകുന്നൊരു വഴിയുണ്ട്. ഒരു ദിവസം ഈ KV ചെറിയാൻ സാർ അവിടെ ഒരു ഭവനത്തിൽ പോയി സുവിശേഷം അറിയിക്കാനായിട്ട് പോയി. ആ ഭവനത്തിൽ ചെന്ന ആ സ്ത്രീയുടെ അടുക്കൽ സുവിശേഷം അറിയിക്കാനായിട്ട് പോയി. ചെന്നു, സുവിശേഷം അറിയിച്ചു, പറഞ്ഞു, പ്രാർത്ഥിച്ചു, തിരിച്ചു പോരുകയാണ്. അവൾ മഞ്ഞാടി ഒരു പോസ്റ്റ് ഓഫീസുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോസ്റ്റ് കവർ മേടിച്ചു, പോസ്റ്റ് കാർഡ് മേടിച്ചു, നടന്നു പോരുകയാണ്. പോരുന്ന വഴിക്ക് പരിചയമുള്ളതായ ഒരു വ്യക്തിയെ കണ്ടു. ചെറിയച്ഛൻ എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. കയ്യിലിരുന്ന ആ പോസ്റ്റ് കാർഡ് ഉയർത്തിക്കാട്ടി. പ്രത്യേകിച്ച് വല്ലോ അപാകതയുണ്ടോ? പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ ദൈവസാന്നിധ്യം കിട്ടുന്നില്ല. കാരണം ഇന്ന വീട്ടിലാണ് പോയതെന്ന് ആ മനുഷ്യന് അറിയണ്ടായെന്ന് ചിന്തിച്ചത്. പോസ്റ്റ് ഓഫീസർ ഇത് പറഞ്ഞുമല്ല, ഈ പോസ്റ്റ് കാർഡ് ഉയർത്തി കാട്ടിയേ ഉള്ളൂ. പക്ഷേ ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു കപടം കാണിച്ചതിൽ ഉള്ളിൽ പാപബോധമുള്ളവനായി മാറി. ഓർക്കണം, ഒരു ചെറിയ ഒരു തെറ്റ് പറ്റിയാൽ അത് തിരിച്ചറിയാനുള്ള കൃപ ദൈവമക്കൾക്ക് ദൈവം തന്നതാണ്. മറ്റവരൊക്കെ എങ്ങനെ തോന്നിയ പോലെയൊക്കെ നടക്കാം. എന്നിട്ട് നമ്മൾ വളരെ കരുതലോടെ ജീവിച്ചു കൊള്ളണം. കൂട്ടുകാരുടെ ഇടയിലും ജോലി ചെയ്യുന്നവരുടെ ഇടയിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ആണ്ടുപൂണ്ട് നടക്കാൻ ദൈവമക്കൾക്ക് അനുവാദമില്ല. വളരെ കരുതലോടും സൂക്ഷ്മതയോടും കൂടെ. പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് അലസത
ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വ ആത്മത്തെ സ്വയമേ നിഹനിക്കുമെന്നാണ്. ഈ മാലിന്യം നിറഞ്ഞതായ ലോകത്ത്, പൊടിക്കാറ്റുള്ളതായ ഈ ലോകത്ത് ആണ്ടുമൂട്ട് നടക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. വളരെ കൃത്യതയോടും കരുതലോടും കൂടെ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ അത് തിരിച്ചറിഞ്ഞ് അത് നീക്കിക്കളഞ്ഞ് വെള്ളയുടെ ശോഭയിൽ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധരായി ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. വളരെ കരുതലോടെ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധാലുവായി, നല്ല ശ്രദ്ധാലുക്കളായി നാം ഓരോരുത്തരും നിൽക്കണം. വെള്ള എവിടെ നോക്കിയാലും കാണുന്ന കളർ നിറമാണ് വെള്ള. നല്ല വെളിച്ചമില്ലെങ്കിലും വെള്ള നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനെ, രക്ഷയെ, പാപത്തിൻ്റെ പരിഹാരമായി യാഗമർപ്പിക്കുന്ന സ്ഥലത്തെ, പാപപരിഹാരം നടക്കുന്ന സ്ഥലത്തെ, ക്രൂശിലെ രക്ഷയെ ആർക്കും കാണത്തക്കവണ്ണം പ്രദർശിപ്പിക്കുവാൻ സ്വർഗത്തിന് തിരുമനസ്സായി. ഞാനും നിങ്ങളും അവൻ്റെ തിരുനിവാസമായിരിക്കുമ്പോൾ ഈ പൊടിക്കാറ്റുള്ള, പൊടി നിറഞ്ഞ, മാലിന്യം നിറഞ്ഞതായ ലോകത്ത് ഒരണുവിൽ പോലും പാപത്തിൻ്റെ കറവറ്റ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. ഒരു ചെറിയ പാപം വന്നാൽ ഉള്ളിൽ പാപബോധമുള്ളവരാണോ? നാം തിരുനിവാസമായിട്ടുണ്ടെങ്കിൽ പാപബോധം ഉണ്ടാകും. ഒരു ചെറിയ നുണ പറഞ്ഞാൽ, ഒരു ചെറിയ കാര്യത്തിൽ അവിശ്വസ്തത കാണിച്ചാൽ പിന്നെ ഉള്ളിൽ സ്വസ്ഥതയില്ല. ഉണ്ടോ? ചിന്തിക്കാൻ നല്ലതാ. ഞാൻ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, ദൈവവേല ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് അവൻ്റെ തിരുനിവാസമാണോ? പിതാക്കന്മാർ എപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ശുദ്ധമുള്ള റൂഹ നിന്റെ ശുദ്ധിയുള്ള കൂടാരമായി എന്നെ ചമയ്ക്കണമേ, നിന്റെ തിരുനിവാസമായി എന്നെ മാറ്റണമേ, അവിടുന്ന് വസിക്കുന്ന മന്ദിരമായി എന്നെ ചമയ്ക്കണമേ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. വെള്ള നാം കരുതലോടെ ജീവിക്കണമെന്നുള്ളതിനെ കാണിക്കുന്നു. ഈ ശലോമോൻ ദൈവാലയം പണിയുമ്പോൾ, യെരൂശലേം ദൈവാലയം പണിയുമ്പോൾ ശലോമോൻ പണിതതായ ദൈവാലയത്തിൽ പ്രാകാരങ്ങൾ പലതുണ്ടായിരുന്നു. സ്ത്രീകളുടെ പ്രാകാരം, പുരുഷന്മാരുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം, ഇങ്ങനെ പ്രാകാരങ്ങൾ പലതുണ്ടായിരുന്നു ശലോമോൻ പണിതതായ ദൈവാലയത്തിൽ. നമ്മുടെ കർത്താവ് യെരൂശലേം ദൈവാലയത്തിൽ ഇരുന്നതായ സമയത്തും കർത്താവിൻ്റെ കാലത്തുള്ള യെരൂശലേം ദൈവാലയത്തിലും പ്രാകാരങ്ങൾ പലതുണ്ടായിരുന്നു. നാം തിരുവനന്തപുരത്തിൽ കാണുന്നത് അങ്ങനെയാണ്. സ്ത്രീകളുടെ പ്രാകാരം, പുരുഷന്മാരുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം, പ്രജാതിക്കാരുടെ പ്രാകാരം, ഇങ്ങനെ പലതുണ്ടായിരുന്നു. ഈ പുറജാതിക്കാർക്കുള്ളതായ പ്രാകാരത്തിൽ, ജാതികളുടെ പ്രാകാരത്തിൻ്റെ അതിരിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഇത് അതിക്രമിച്ച് കടക്കുന്നവന് മരണശിക്ഷ എന്ന ഒരു ബോർഡ്. പ്രജാതിക്കാരുടെ പ്രാകാരം, അതിൻ്റെ അതിർത്തിയിൽ ഒരു ബോർഡ്. ഈ അതിര്, ഒരു പ്രജാതിക്കാരൻ ഈ അതിര് ഇത് അതിക്രമിച്ച് കടക്കുന്നവന് മരണശിക്ഷ എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആ വേർപാടിൻ്റെ നടുച്ചുവരെ ഇടിച്ചു കളഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ വാക്യം വായിക്കുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ അർത്ഥം പിടികിട്ടുകയുള്ളൂ. എല്ലാത്തിനും വേർപാടാണ്. ജാതികൾ അവർക്ക് അതിരിട്ടിരിക്കുന്നു. അത് കടന്നാൽ അവന് കൊന്നുകളയും, കല്ലെറിഞ്ഞു കൊല്ലും, മരണശിക്ഷയാണ് അവന് കിട്ടുന്നത്. അപ്പോൾ സ്ത്രീകൾ, പുരുഷന്മാർ വേർപാടിൻ്റെ നടുച്ചുവരുണ്ടായിരുന്നു. എന്നാൽ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മനുഷ്യവംശത്തിൻ്റെ വിഭജനത്തെ മാറ്റിക്കളഞ്ഞത് ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെയാണ്. നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അത് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല, സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വേർപാടിനെ നടുച്ചുവർ അവൻ ഇടിച്ചു കളഞ്ഞു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ വേർപാടിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഗലാത്യർ 3:27-28 വാക്യങ്ങൾ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. പഴയ നിയമത്തെ ആലയത്തിൽ പ്രാകാരങ്ങൾ പലതുണ്ട്. സ്ത്രീകളുടെ പ്രാകാരം, പുരുഷന്മാരുടെ പ്രാകാരം, ജാതികളുടെ പ്രാകാരം. ഓരോ പ്രാകാരങ്ങൾക്കുമിടയിൽ വേർപാടിന്റെ വേലിക്കെട്ടുകളുണ്ട്. ആ വേലിക്കെട്ട് അതിക്രമിച്ച് കിടക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടെ മനുഷ്യവംശത്തിന്റെ വിഭജനത്തെ മാറ്റിക്കളഞ്ഞു. നാം എല്ലാവരും ഒരൊറ്റ മേൽവിലാസക്കാരായി മാറി ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം. യോഹന്നാൻ ശ്ലീഹ കാൽവറിയിലേക്ക് നോക്കുമ്പോൾ, ക്രൂസിലേക്ക് നോക്കുമ്പോൾ, ഈ വേർപാടിന്റെ നടുച്ചുവരിടിച്ചു കളയുവാൻ ക്രൂശിക്കപ്പെട്ടിടക്കുന്നതായ പുത്രനിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ കാണുകയാണ്. നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, കാണുവീൻ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണത്. അവൻ വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നാം പ്രാകാരത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ശലോമോന്റെ ദൈവാലയത്തിലെ പ്രാകാരം മാത്രമല്ല, ഈ പ്രാകാരം സ്തുതിയുടെ സ്ഥലമാണ്. ഒന്ന്, പ്രാകാരത്തിൻ്റെ മറശീല അത് വെള്ള നിറമാണ്. 2, പ്രാകാരം പലതായി വിഭജിച്ചിരുന്നു. ക്രിസ്തു ആ വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. 3, പ്രാകാരം അത് സ്തുതിയുടെ സ്ഥലമാണ്. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം നമുക്ക് വായിക്കാം. 100-ാം സങ്കീർത്തനം 4-ാം വാക്യം, പ്രാകാരം സ്തുതിയുടെ സ്ഥലമാണ്. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. സ്തുതിയുടെ സ്ഥലമാണ് പ്രാകാരം. ഈ കൂടാരത്തിൻ്റെ പ്രവേശന കവാടമാണ് പ്രാകാരം. ഒരു വ്യക്തി, ഒരു ഇസ്രായേലിൻ കൂടാരത്തിലേക്ക് കടക്കുമ്പോൾ, ആലയത്തിലേക്ക് കടക്കുമ്പോൾ കടന്നു ചെല്ലുന്ന പ്രവേശന കവാടമാണ് പ്രാകാരം.
ദൈവത്തിന് സ്തോത്രം. കൂടാരത്തിൻ്റെ പ്രവേശനമാണ് പ്രാകാരം. കൂടാരത്തിൻ്റെ അകത്തേക്ക് കയറേണ്ടത് സ്തുതിയോടെയാണ്. അവനെ സ്തുതിച്ചുകൊണ്ടാണ് ഇതിനകത്തേക്ക് കയറേണ്ടത്. പ്രാകാരത്തിനകത്തേക്ക് സ്തുതിയോടെയാണ് കയറേണ്ടത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നാം പാടുന്നത്, സ്തുതി ബലികൾ അടച്ചേറിയിടുവിൻ കർത്തൃ പ്രാകാരേ. കർത്തനെ സ്തുതി. ആ പാട്ട് നമുക്ക് അറിയാം, ബേച്ചറിയാം. സ്തുതി ബലികളാണ് ചേരിടുവിൻ കർത്തൃ പ്രാകാരേ. നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി ചെയ്യുമ്പോൾ ഇത് ഓർക്കും, നമ്മുടെ പിതാക്കന്മാര് എത്ര ആഴമേറിയ കാഴ്ചപ്പാടുള്ളവരായിരുന്നു. ഇനി നിങ്ങളൊന്ന് പറ, ഈ വിഷയമൊക്കെ പഠിക്കണ്ടേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ? നമ്മുടെ ഉള്ളത്തിൽ ഇതൊക്കെയും പഠിക്കാനും അറിയാനുള്ളതായ കൊതി വർദ്ധിച്ചു വരുന്നുണ്ടോ? ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവേ, നിന്റെ തിരുവചനത്തിൽ അടിത്തറയിട്ടുറപ്പിച്ച ഒരു ക്രിസ്തീയ നയിപ്പാൻ നമ്മുടെ ഉള്ളം കൊതിക്കുന്നുണ്ടോ? പിതാക്കന്മാർ ഈ ആഴങ്ങളെല്ലാം മനസ്സിലാക്കിയവരായിരുന്നു. സ്തുതി ബലികളാണ് ചേറിയിടുവിൻ കർത്തൃ പ്രാകാരെ. നിങ്ങൾ നിർമ്മല കാഴ്ചയുമായി, നമ്മെ തന്നെ ഒരു കാഴ്ച വസ്തുവായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ശരീരത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അംഗപ്രത്യംഗമായി. നാം വായിക്കുന്നുണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, ദൈവത്തിന് മനസ്സെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാ മുമ്പിൽ ഹാലേലുയ്യ എന്ന്. ദൈവത്തിന് സ്തോത്രം. സ്തുതിയോടെയാണ് നാം കൂടാരത്തിനകത്തേക്ക് കയറേണ്ടത്. ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ സ്തുതിയും ആരാധനയും ഒന്നല്ല. പലരും തെറ്റിദ്ധരിക്കുകയാണ്. സ്തുതിയും ആരാധനയും ഒന്നല്ല, രണ്ടാണ്. കുറെ ഒച്ചപ്പാടുണ്ടാക്കി സ്തുതിക്കുന്നതല്ല ആരാധന. പലരും കരുതിയിരിക്കുന്നത് ഇങ്ങനെ വലിയ ഡമ്മടിച്ച് വലിയ ഒച്ചപ്പാടും ബഹളവുമായിട്ട് ഇങ്ങനെ ആർത്തുപാടി സ്തുതിക്കുന്നതാണ് ആരാധന എന്നാണ്. അല്ല, സ്തുതിയും ആരാധനയും രണ്ടാണ്. നാം നെഹമ്യാവിൻ്റെ പുസ്തകവും യെസ്രായുടെ പുസ്തകവും എല്ലാം വായിക്കുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി അവനെ സ്തുതിച്ചു. വീണ്ടും കാണുന്നു, വീണ് അവനെ നമസ്കരിച്ചു. അപ്പോൾ സ്തുതിയും നമസ്കാരവും ആരാധനയും രണ്ടാണ്. കൈ ഉയർത്തി അവനെ സ്തുതിച്ചു, വീണ് അവനെ നമസ്കരിച്ചു. ഇത് രണ്ടും ദൈവസന്നിധിയിൽ ദൈവമക്കൾ അനുഭവിക്കുന്ന, ദൈവമക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യസ്ര സകല ജനവും കാണുകെ പുസ്തകം വിടർത്തു. അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. യസ്ര മഹാദേവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി
ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞ് വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി. ദൈവവചനം തുറന്നപ്പോൾ, ബൈബിൾ തുറന്നപ്പോൾ എസ്രാ ശാസ്ത്രി പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട്, യഹോവയുടെ ആലയത്തിൽ നീർവാതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണ പുസ്തകം തുറന്നപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ സകല ജനം കാണുകെ പുസ്തകം വിടർത്തി. അത് വിടർത്തപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ ദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിനയത്തിൻ്റെ പ്രതീകമായി എന്തെല്ലാം പ്രകടമായി കാണിക്കാമോ അതെല്ലാം ചെയ്യുന്നതാണ് ആരാധന. അവൻ്റെ മുമ്പിൽ അങ്ങ് കവിണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ അങ്ങ് താണ് വീണ് കൊടുക്കുകയാണ്, അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വിനയത്തിൻ്റെ, നന്ദിയുടെ വിനയത്തിൻ്റെ പ്രകടമായി എന്തെല്ലാം കാണിക്കാമോ അതാണ് ആരാധന. നാം സ്തുതി വേണ്ടെന്നല്ലേ നമ്മൾ സ്തുതിക്കും. ആത്മാവ് വ്യാപരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ അവൻ്റെ സന്നിധിയിൽ അങ്ങ് വീണ് കൊടുക്കുന്നതാണ് ആരാധന, സമർപ്പണം. ദൈവത്തിന് സ്തോത്രം. 84 സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 84 സങ്കീർത്തനം 10-ാമത്തെ വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. പലപ്പോഴും നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? വേറെ എവിടെയെങ്കിലും ഒരു 1000 ദിവസം നമ്മൾ പാർക്കണേക്കാളും ഒരു ദിവസം പോയി ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് എനിക്കിഷ്ടം അല്ലേ? എങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നാൽ അതിൻ്റെ മൂലഭാഷയെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആഴമായ അർത്ഥത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദിവസങ്ങളുണ്ടല്ലേ, വിശേഷപ്പെട്ട ദിവസങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അനേകം വിശേഷ ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള 1000 വിശേഷ ദിവസങ്ങളെക്കാളും എനിക്ക് വിശേഷമായിട്ടുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു ദിവസം ചെലവഴിക്കുന്നതാണ്. എന്നുവെച്ചാൽ ആലയത്തിൽ പോകുന്നതാണ്. എന്നാണ് ഈ വിശേഷ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സന്തോഷിക്കുന്ന ദിവസങ്ങളില്ലേ? നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കും, വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, വിവാഹ ദിനമുണ്ട്, ആഘോഷമാണ്, വലിയ ആഘോഷമാണ് ഇല്ലേ? അങ്ങനെ എന്തെല്ലാം ഉണ്ട്. നമ്മളങ്ങനെ എന്തെല്ലാം ദിവസങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആഘോഷങ്ങളെക്കാളും എല്ലാം എനിക്കിഷ്ടം എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു ദിവസം പോകുന്നതാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതാണെന്ന്. ആണോ? അങ്ങനെയായി മാറിയിട്ടുണ്ടോ? ശാന്തമായി ചിന്തിക്കണം. അങ്ങനെയായി മാറിയിട്ടുണ്ടോ? ഞാൻ കോട്ടയത്തുള്ള മരിച്ച ചാക്കോ സാറ്, കാനറ ബാങ്കിൻ്റെ സീനിയർ മാനേജരായി കോട്ടയത്തുള്ള പ്രിയപ്പെട്ടതായ ചാക്കോ സാറ്, ഞങ്ങൾ വയനാട്ടിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ അവിടെ പുൽപ്പള്ളി കാനറ ബാങ്കിൻ്റെ മാനേജരായിരുന്നു. ചാക്കോ സാറ് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം സാറ് പറയും, സെക്കൻഡ് സാറ്റർഡേ എന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ എൻ്റെ ബാങ്കിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിലായിരിക്കും, കോലഞ്ചേരിയിലായിരിക്കും, സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിലായിരിക്കും. വേറൊരിടത്ത് എന്നെ കാണാൻ ഇടവരില്ല എന്ന്. കാരണം ബാങ്കിൽ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്, പോകാനൊരു നിർവാഹവുമില്ലെങ്കിൽ, കാരണം ആ പൊസിഷനിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ജോലിയിൽ വീഴ്ച വരുത്തുന്ന ദൈവത്തിന് പ്രസാദമല്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ, മീറ്റിങ്ങിന് പോകാൻ, കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ, ബാങ്കിലുണ്ടാകും.
മറ്റൊരു സ്ഥലത്തും, ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിനോദയാത്ര വിനോദ രംഗങ്ങളിലോ മറ്റൊരാവശ്യത്തിനും എന്നെ കാണില്ല. ഒന്നുകിൽ ഞാൻ എൻ്റെ ബാങ്കിലുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ ദൈവമക്കളോട് കൂട്ടായ്മയിലായിരിക്കും. സെക്കൻഡ് സാറ്റർഡേ എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ, അത് സാറ് പറഞ്ഞ കാര്യമല്ല, വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞ കാര്യം മാത്രമല്ല, സാറിൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നതായ ഒരു കാര്യമാണ്. ഇത് പറയാൻ കാരണം, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റേതെങ്കിലും കാര്യങ്ങളിലാണോ നമുക്കുള്ളത്? വേറെ 1000 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, നമ്മൾ സാധാരണ പറയില്ല 1000 കാര്യങ്ങളെക്കാളെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും, മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും അതിനേക്കാളും എനിക്ക് സന്തോഷം തരുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പ്രാകാരത്തിൽ ചെലവഴിക്കുന്ന സമയം, അവനെ സ്തുതിക്കുന്നതായ സമയം, അവനെ ആരാധിക്കുന്നതായ സമയം, അവൻ്റെ സന്ധിയിൽ ചെലവഴിക്കുവാൻ. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനം ഈ അനുഭവത്തിലേക്ക് കോരഹൂത്രന്മാർ കടന്നു വരുവാനുള്ളതായ കാരണം. 84-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കോരഹുത്രന്മാർ, കോരഹും കൂട്ടരും മത്സരികളായി മാറി. ദൈവകോപം അവരുടെ ഇടയിൽ ഇറങ്ങി. അപ്പനും കൂട്ടരുമെല്ലാം എത്രയോ നൂറുകണക്കിന് ആളുകൾ അവരുടെ സകല സമ്പത്തും സർവവുമായി ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയുമ്പോൾ, ശിക്ഷയുടെ നടുവിൽ നിന്ന്, ദൈവകോപത്തിൻ്റെ നടുവിൽ നിന്ന്, ന്യായവിധിയുടെ നടുവിൽ നിന്ന് അവരോടി വന്ന ഈ പ്രാകാരത്തിലേക്ക് ഓടിക്കയറി. യഹോവയുടെ പ്രാകാരത്തിലേക്ക് അവർ ഓടിക്കയറി. അവര് യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു. അവനിയും പ്രാകാരത്തിലേക്ക് കടന്നു വന്നാൽ ആദ്യം കാണുന്ന ആരാധനാ ഉപകരണം യാഗപീഠമാണ്. ആ യാഗപീഠത്തിൻ്റെ 4 മൂലയിലുമായി 4 കൊമ്പുകളുണ്ട്. യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ, ആ യാഗപീഠത്തിൻ്റെ കൊമ്പുകളുടെ പ്രത്യേകതകളെല്ലാം നാം ചിന്തിക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിച്ചു പോകും. ദൈവം എത്ര കരുണയുള്ളവനാണ്, ദൈവം എത്ര മനസ്സലിവുള്ളവനാണ്, ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര സ്നേഹമുള്ളവനാണ്, ദൈവം എത്രമാത്രമാണ് എനിക്ക് വേണ്ടി കരുതുന്നത്. നിസ്സാരനായി എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ എത്ര വലിയതാണ്. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് കരുതിയിരിക്കുന്നത്. കോരഹൂത്രന്മാർ ഇത്ര ഭയാനകമായ അവസ്ഥകളുടെ നടുവിൽ നിന്ന് ഓടി വന്ന ആ കൊമ്പിലൊന്ന് തൊട്ടപ്പോൾ, ആ കൊമ്പിലൊന്ന് പിടിച്ചപ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടായത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിവസിക്കുന്ന സ്ഥലം, നിന്റെ സാന്നിധ്യമുള്ളതായ സ്ഥലം, നിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായ രംഗം എത്ര മനോഹരമാണ്. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഉള്ളം കൊതിക്കുകയാണ് ഓടിച്ചെല്ലാൻ, ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു ചെല്ലാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവമക്കളോട് കൂടി ആയിരിക്കാൻ ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉള്ളം കൊതിക്കുകയാണ്. എപ്പോഴും ഉള്ളത്തിൻ്റെ കൊതിയും ദാഹവും അങ്ങ് വാഞ്ചിച്ച് മോഹിച്ചു പോവുകയാണ്. തിരുനിവാസം എത്ര മനോഹരം, നിന്റെ പ്രാകാരങ്ങൾ എത്ര മനോഹരം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം എനിക്ക് വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നാം പ്രാകാരത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. നാം പ്രാകാരത്തിൻ്റെ വാതിൽ വരെ എത്തി നിന്നുള്ളൂ. പ്രാകാരത്തെക്കുറിച്ച് പുറമേ നിന്നുള്ളൂ ചിന്തിച്ചേ ഉള്ളൂ. ഉള്ളം കൊതിക്കുന്നില്ലേ, ഉള്ളം ദാഹിക്കുന്നില്ലേ, ഉള്ളം വാഞ്ചിക്കുന്നില്ലേ അവൻ്റെ പ്രാകാരങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാൻ, സ്തുതി ബലികൾ അണച്ച് അങ്ങ് കയറി ചെല്ലുവാൻ അവൻ നമ്മെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രാകാരത്തിൻ്റെ വാതിൽ. എന്ന സമയം കടന്നുപോയല്ലോ. ദൈവം കൃപ തരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന ആഴ്ചയിൽ ചിന്തിക്കാം. പ്രാകാരവാതിൽ. ഇന്ന് നാം പ്രാകാരത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്.
ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രാകാരത്തെക്കുറിച്ച് ചിന്തിച്ചത്? പ്രാകാരത്തെക്കുറിച്ച് നാം ചിന്തിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്ന്, പ്രാകാരത്തിന് ചുറ്റുമുള്ള എന്തൊക്കെ ചിന്തിച്ച്? പ്രാകാരത്തിന് ചുറ്റുമുള്ള മറശ്ശീല. ആ മറശ്ശീലയുടെ പ്രത്യേകത എന്തെല്ലാമാണ്? പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ നിറം വെള്ളയായിരുന്നു. എന്താണ് ഈ വെള്ള എന്ന് പറഞ്ഞാൽ? രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് വെള്ളയുടെ പ്രത്യേകതകൾ. ഒന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഈ മരുഭൂമിയിൽ, ഈ ലോകമരുവിലായിരിക്കണം. രണ്ട്, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, രക്ഷയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കാണത്തക്കവണ്ണം. അപ്പം നമുക്ക് വേറൊരു ഉത്തരവാദിത്വം കൊണ്ട് കേട്ടോ, ഈ സുവിശേഷം എല്ലാവരെയും അറിയിക്കാനുള്ള, മൂട്ടിവെക്കാനല്ല. ഇത് കിട്ടിയവരായ നാം ഈ ശമരിയയിലെ കുഷ്ഠരോഗികളെ കാണുന്നുണ്ട്. ഇന്ന് സത്വർത്തമാന ദിവസമല്ലോ. നാം രാജസന്നിധിയിൽ അറിവ് കൊടുക്കുക, അല്ലെങ്കിൽ നാം കുറ്റക്കാരാകും. അപ്പോൾ ഇത് നമ്മൾ മൂട്ടിവെച്ചാൽ, നമ്മൾ അറിയുന്ന ഈ സത്യം വെളിപ്പെടുത്താതെ മൂട്ടിവെച്ചാൽ, അങ്ങനെ മൂട്ടിവെക്കാനുള്ളതല്ല, കണക്ക് കൊടുക്കേണ്ടി വരും. എല്ലാവരും കാണുക, എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് കിട്ടിയ ആത്മീയ അനുഭവം മറ്റുള്ളവർ കാണത്തക്കവണ്ണം സാക്ഷികളായി നാം ജീവിക്കണം. ക്രൂശിലെ രക്ഷ എന്നുള്ളത് എല്ലാവരും കാണുക, പരസ്യമായി ദൈവം അവനെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും, ഒന്ന് വെള്ള നിറം. രണ്ടാമത്തെ കാര്യം എന്താണ്? ശലോമോൻ പണിത ദൈവാലയത്തിൽ വേർപാടിൻ്റെ നടുച്ചുവരുണ്ടായിരുന്നു. കർത്താവ് തൻ്റെ ക്രൂശ് മരണത്താൽ വേർപാടിന് നടുച്ചുവർ. നാം എല്ലാവരും ഒന്ന്, ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടുകൂടെ നമ്മുടെ ഇടയിൽ നാം എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, പ്രാകാരം സ്തുതിയുടെ സ്ഥലമാണ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നാം പ്രാകാരത്തെക്കുറിച്ച് ചിന്തിച്ചത്.